ഫാമിലി, ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് മുൻപ് നിങ്ങൾ എത്ര വട്ടം ആലോചിച്ചിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ നമ്മളിൽ പലരും ലൈക്കിനും കമന്റിനും വേണ്ടി ജീവിക്കുന്ന ഈ കാലത്ത് ഒരു വലിയ വിഭാഗം ആൾക്കാർ ബോധപൂർവം തന്നെ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നുണ്ട്. ഇതൊരു തരം ഒളിച്ചോട്ടമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ സംഭവം അതായിരിക്കില്ല. ചിലപ്പോൾ ഇത് ഹൈ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു ലക്ഷണം പോലുമാകാം. അപ്പോൾ നമുക്ക് ഇതിന്റെ പിന്നിലെ സൈക്കോളജി ഒന്ന് നോക്കിയാലോ? അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം തന്നെ ഫോട്ടോ ഇടാത്ത ഈ 30% പേര് ആരാണെന്ന് നോക്കാം. പിന്നെ ഇവർ മനഃപൂർവ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാണോ അതോ സ്വന്തം പ്രൈവസി സംരക്ഷിക്കുന്നവരാണോ എന്ന് നമ്മൾ മനസ്സിലാക്കും. ചിലർക്കൊക്കെ ഇതൊരു സമാധാനം കണ്ടെത്താനുള്ള വഴിയാകാം. പക്ഷേ ഇങ്ങനെ ഇൻവിസിബിൾ ആയിരിക്കുന്നതിന് ചില റിസ്കുകളുമുണ്ട്. അവസാനം ഓൺലൈനിൽ നമ്മുടെ വിസിബിലിറ്റി എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെക്കുറിച്ചും സംസാരിക്കും. അപ്പോൾ തുടങ്ങാമല്ലേ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം, ഫോട്ടോ പോസ്റ്റ് ചെയ്യാത്ത ഈ 30% പേർ. അതായത് ഈ ഡിജിറ്റൽ ഇൻവിസിബിലിറ്റിയുടെ ആഴം എത്രത്തോളമുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഈ 30% എന്നത് ഒരു ചെറിയ ഗ്രൂപ്പല്ല. ഇത് ഡിജിറ്റൽ ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട പക്ഷേ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യമാണ്. സാധാരണ നമ്മളെന്താ ചിന്തിക്കുക? അവർക്ക് സോഷ്യൽ സ്കിൽസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ മാത്രം കൊള്ളാവുന്നൊരു ജീവിതം അവർക്കില്ല എന്നൊക്കെ. എന്നാൽ ശരിക്കുള്ള കാരണങ്ങൾ അതിനേക്കാളുമൊക്കെ ഒരുപാട് കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. എന്തുകൊണ്ടാണ് ചിലർ ഓൺലൈനിലിങ്ങനെ അദൃശ്യരായി തുടരുന്നത്? നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന ഉത്തരം എന്തായിരിക്കും? ഒരുപക്ഷേ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാവാം, അല്ലേ? അല്ലെങ്കിൽ അവിടെ ലൈഫ് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാത്തതുകൊണ്ടാവാം എന്നൊക്കെ. പക്ഷേ നമ്മുടെ ഈ ധാരണകളെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ? യഥാർത്ഥ കാരണങ്ങൾ ചിലപ്പോൾ നമ്മളെ ഞെട്ടിച്ചേക്കാം. അതെ, നിങ്ങൾ ഈ കാണുന്നത് പോലെ 30%, അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന 1/3 ആൾക്കാർ ഒന്നുകിൽ ഫോട്ടോ ഇടാറേയില്ല, അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം. ഇതൊരു ചെറിയ സംഖ്യയല്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലിയൊരു വിഭാഗമാണ് ഈ ഡിജിറ്റൽ ലോകത്തിങ്ങനെ അദൃശ്യരായി ജീവിക്കുന്നത്. ശരി, ഇനി നമുക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്യാത്ത ആളുകളുടെ സൈക്കോളജിയിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. 3 തരം ആൾക്കാരുണ്ടിതിൽ. അതിൽ ആദ്യത്തെ വിഭാഗമാണ് കാര്യങ്ങൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നവർ. അതായത് ഇവർക്ക് പ്രകടനങ്ങളെക്കാൾ പ്രധാനം സത്യസന്ധതയാണ്. ഈ കൂട്ടർക്ക് ഹൈ സെൽഫ് മോണിറ്ററിംഗ് എന്നൊരു കഴിവുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ ഓരോ സാഹചര്യത്തിലും താൻ എങ്ങനെയാണ് പെരുമാറുന്നത്, അത് ശരിയാണോ എന്നൊക്കെ ഇവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്വയം ചോദിക്കും, ഇത് യഥാർത്ഥത്തിലുള്ള ഞാനാണോ അതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു മുഖംമൂടിയാണോ എന്ന്. മിക്കപ്പോഴും ഉത്തരം രണ്ടാമത്തേതായിരിക്കും. അപ്പോൾ പിന്നെ അവരിത് പോസ്റ്റ് ചെയ്യില്ല. ഈ ഒരു വാചകം നോക്കൂ. ഹൈലൈറ്റുകളുടെ ഒരു ലോകത്ത് നിശബ്ദത തിരഞ്ഞെടുക്കുന്നത് സത്യസന്ധത തിരഞ്ഞെടുക്കുന്നതിന് തുല്യമാണ്. ഇത് ഇവരുടെ ചിന്തയെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഇവർക്കൊന്നും മിസ്സാവുകയല്ല, മറിച്ച് ഓൺലൈനിലെ ഈ ഷോ ഓഫിൽ നിന്ന് ഇവർ ബോധപൂർവം മാറി നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. സ്വന്തം സ്വകാര്യതയെ സംരക്ഷിക്കുന്നവർ. സത്യം പറഞ്ഞാൽ സൈക്കോളജിക്കലി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഭാഗമാണിത്. ഇവർ പ്രൈവസിയെ ഒരു പവറായിട്ടാണ് കാണുന്നത്. സ്വന്തമായി ബൗണ്ടറികൾ സെറ്റ് ചെയ്യുന്നതിൽ ഇവർ എക്സ്പേർട്സാണ്. ഇവർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സെലക്റ്റീവ് സെൽഫ് ഡിസ്ക്ലോഷർ. അതായത് തങ്ങളെക്കുറിച്ചുള്ള ഏത് കാര്യം എപ്പോൾ ആരോട് പറയണമെന്നൊക്കെ ഇവർക്ക് നല്ല ബോധമുണ്ടാകും. ഡോക്ടർ ലോറ പോർട്ട്വുഡ് സ്റ്റേസറിന്റെ പഠനങ്ങൾ പറയുന്നത് ഇതൊരിക്കലും ഒരു ഒളിച്ചോട്ടമല്ല, മറിച്ച് സ്വന്തം ഐഡന്റിറ്റിക്ക് മുകളിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാനുള്ളൊരു മാർഗമാണ്. ഇത് ഹൈ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു സൂചന കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ കൺട്രോളിന്റെ ശക്തി? ഒന്ന് നോക്കൂ. ഫോട്ടോ ഇടാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു മോശം ദിവസത്തെ ലുക്ക് വെച്ച് ആർക്കും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് ആർക്കും ഫേക്ക് സ്റ്റോറികൾ ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ കണ്ട് ആർക്കും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അടിക്കേണ്ടി വരില്ല. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ഫോട്ടോ നിങ്ങളെ അനുവാദമില്ലാതെ ആരും എടുത്ത് ഉപയോഗിക്കില്ല. കൺട്രോൾ മുഴുവൻ നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്നറിയോ? സൈബർ സൈക്കോളജി ജേർണൽ നടത്തിയൊരു പഠനം പറയുന്നത്, ഫോട്ടോസ് കുറച്ച് മാത്രം പോസ്റ്റ് ചെയ്യുന്നവർക്ക് അവരുടെ റിയൽ ലൈഫിലെ ഫ്രണ്ട്ഷിപ്പുകളിൽ 27% വരെ കൂടുതൽ സംതൃപ്തിയുണ്ടെന്നാണ്. കാരണം സിമ്പിളാണ്, അവർ ബന്ധങ്ങൾ ഓൺലൈനിൽ അഭിനയിച്ച് തീർക്കുകയല്ല, ശരിക്കും ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെയും അവസാനത്തെയും വിഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം. ആശ്വാസം തേടുന്നവർ. ഈ വിഭാഗത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് സഹാനുഭൂതിയോടെ വേണം സംസാരിക്കാൻ. കാരണം ചിലരെങ്കിലും ഫോട്ടോ പോസ്റ്റ് ചെയ്യാത്തത് അവരുടെ ഉത്കണ്ഠ കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ഇൻസെക്യൂരിറ്റീസ് കൊണ്ടോ ആകാം. ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കണം. സ്വകാര്യത തിരഞ്ഞെടുക്കുന്നതും ഭയത്തിൽ നിന്ന് ഒളിക്കുന്നതും രണ്ടും രണ്ടാണ്. ആദ്യത്തേത് നിങ്ങളെ കൂടുതൽ ശക്തരാക്കും, നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടും. എന്നാൽ രണ്ടാമത്തേത്, അതായത് ഭയം കാരണം മാറി നിൽക്കുന്നത്, കാലം പോകുന്തോറും നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുകയേയുള്ളൂ.
പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയം കാരണം ഫോട്ടോ ഇടാതിരുന്നാൽ 6 മാസം കൊണ്ട് നമ്മുടെ ലുക്സിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ 34% വരെ കൂടുമെന്നാണ്. ഇതൊരു നെഗറ്റീവ് സൈക്കിളാണ്. ഇനി നിങ്ങളൊരു പക്ഷേ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ഇമേജ് തിരിച്ചുപിടിക്കാൻ ചെറിയ സ്റ്റെപ്പുകൾ മതിയാവും. ചിലപ്പോൾ വിശ്വസിക്കാവുന്ന കുറച്ച് ഫ്രണ്ട്സിന് മാത്രം കാണാൻ പറ്റുന്നൊരു ഫോട്ടോ ഇട്ടുകൊണ്ട് തുടങ്ങാം. ശരി, അപ്പോൾ ഫോട്ടോ ഇടാതിരിക്കുന്നതിന് ഒരുപാട് നല്ല കാരണങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ കഥയിലൊരു ട്വിസ്റ്റുണ്ട്. ഇങ്ങനെ പൂർണ്ണമായും ഒരു ഡിജിറ്റൽ പ്രേതമായിരിക്കുന്നതിന് അതിൻ്റെതായ ചില അപകടങ്ങളുമുണ്ട്. അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: ഓൺലൈനിൽ നിന്നിങ്ങനെ പൂർണ്ണമായും മാറി നിൽക്കുന്നതുകൊണ്ട് വല്ല ദോഷവുമുണ്ടോ? ഉത്തരം ഉണ്ട്, തീർച്ചയായും ഉണ്ട്. പ്രൈവസിയും ഓത്തന്റിസിറ്റിയുമൊക്കെ വളരെ പ്രധാനമാണ്, സമ്മതിച്ചു. പക്ഷേ ഓൺലൈനിൽ തീരെ ഇല്ലാതിരിക്കുന്നത് നമ്മുടെ ജോലിയെയും ബന്ധങ്ങളെയുമൊക്കെ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ഓൺലൈനിൽ ഒരു വിവരവും ഇല്ലാതിരിക്കുമ്പോൾ അവിടെ ഒരു ശൂന്യതയുണ്ടാകും. ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരാളെ പരിചയപ്പെടുമ്പോഴോ അവർ നിങ്ങളെക്കുറിച്ച് ഗൂഗിൾ ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർ ആ ഗ്യാപ്പ് അവരുടെ ഊഹാപോഹങ്ങൾ വെച്ച് ഫിൽ ചെയ്യും. അത് പലപ്പോഴും തെറ്റായ ധാരണകളായിരിക്കും. ഈ കണക്കൊന്ന് ശ്രദ്ധിക്കൂ. മിനിമം ഒരു ഓൺലൈൻ പ്രസൻസെങ്കിലും ഉള്ളവരെ തൊഴിലുടമകൾക്കും സഹപ്രവർത്തകർക്കും 19% വരെ കൂടുതൽ വിശ്വാസമാണ്. ചിന്തിച്ചു നോക്കൂ, ഒരു സിമ്പിൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മതിയാകും ചിലപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ. അത് നിങ്ങളുടെ കരിയറിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്നേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എന്തു ചെയ്യും? എല്ലാം തുറന്നുകാട്ടി ജീവിക്കണോ? അതോ ഒരു ഡിജിറ്റൽ സന്യാസിയായി ജീവിക്കണോ? ഇതിന്റെ ഉത്തരം ഈ രണ്ടിന്റെയും നടുക്കാണ്. അതാണ് തന്ത്രപരമായ സാന്നിധ്യം. നമുക്ക് ആ ബാലൻസ് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അതെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റ്. നമ്മുടെ ലക്ഷ്യം ഒന്നുകിൽ എല്ലാം കാണിക്കുക അല്ലെങ്കിൽ ഒന്നും കാണിക്കാതിരിക്കുക എന്നതല്ല. അതിനു പകരം സ്ട്രാറ്റജിക് വിസിബിലിറ്റി, അതായത് തന്ത്രപരമായ ദൃശ്യതയാണ് വേണ്ടത്. എന്ത്, എപ്പോൾ, എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് നമ്മൾ തന്നെ ബോധപൂർവം തീരുമാനിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ എങ്ങനെ ഈ സ്ട്രാറ്റജിക് വിസിബിലിറ്റി നേടാം? വളരെ സിമ്പിളായ 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമതായി, നിങ്ങൾ എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാത്തത് എന്നതിനെക്കുറിച്ച് സ്വയം ഒരു ധാരണയുണ്ടാക്കുക. രണ്ടാമതായി, എപ്പോഴും പെർഫോം ചെയ്യുന്നതിനു പകരം ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺലൈനിൽ ഉണ്ടാകാൻ ശ്രമിക്കുക. അവസാനമായി, ഒന്നോർക്കുക, നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം കാണിക്കുന്ന ഒരു നല്ല ഫോട്ടോ മതിയാകും പലപ്പോഴും. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ഓൺലൈൻ വിസിബിലിറ്റിയുമായി നിങ്ങളുടെ ബന്ധം എന്താണ്? നിങ്ങൾ ബോധപൂർവം എടുക്കുന്നൊരു തീരുമാനമാണോ അത്? അതോ വെറുമൊരു ശീലമാണോ? ചിലപ്പോൾ ഭയം കൊണ്ടാണോ നിങ്ങൾ മാറി നിൽക്കുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം നിങ്ങളുടെ ഡിജിറ്റൽ ലോകം എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഇൻസൈറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിനൊരുപാട് നന്ദി.